ഇതിഹാസ പുരാണങ്ങളിൽ കാണുന്നതായ എല്ലാ അസ്ത്രങ്ങളും മന്ത്രങ്ങളാണ്. ബ്രഹ്മാസ്ത്രം, വാരുണാസ്ത്രം, വായവ്യാസ്ത്രം എല്ലാം മന്ത്രങ്ങളാണ്. ഇതൊന്നും പ്രയോഗിക്കാനായിട്ട് ഒരു ഒലക്കയോ ഒന്നും വേണ്ട. ഈ ഒരു സ്പൂൺ വെള്ളം ഉണ്ടെങ്കിൽ ഈ മന്ത്രം ഇമ്പാക്ട് ചെയ്യാം. കാരണം നിത്യം ചെയ്യുന്ന സന്ധ്യാവന്ദനം ഒരു അസ്ത്രപ്രയോഗമാണ്. രണ്ട് കയ്യിലും വെള്ളം എടുത്തിട്ട് നമ്മളിപ്പം കാണുന്നതെല്ലാം ശരിക്കും ഇങ്ങനെ വെള്ളം അർഘ്യപ്രധാനമാണല്ലോ. ശരിക്കും അർഘ്യപ്രധാനത്തിന്റെ മെത്തേഡ് അങ്ങനെയല്ല. ധർമ്മശാസ്ത്രം വായിച്ചു നോക്കിയാൽ ധർമ്മശാസ്ത്രം അനുസരിച്ച് അർഘ്യപ്രധാനം ചെയ്താൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. ആ വെള്ളം അടിക്കണം, എടുത്ത് മുകളിലേക്ക് അടിക്കണം. അസ്ത്രമാണ് പ്രയോഗിക്കുന്നത് ഗായത്രി കൊണ്ട്. അതായത് ഇവിടുന്ന് വിടുന്നത് ആദിത്യമണ്ഡലത്തിൽ എത്തണം. ഫിലോസഫി വേറെ, പ്രയോഗം വേറെ. ഇതിന്റെ ഫിലോസഫി മേ ബി ടോട്ടലി ഡിഫറെൻറ്റ്, ബട്ട് പ്രയോഗ സൈഡാണ് ധർമ്മശാസ്ത്രങ്ങൾ മുഴുവനും. ഹൗ ടു ആക്ട്. അടിച്ചാൽ മറ്റേ ഒരു സിനിമയിൽ പറയുന്നത് ഞാൻ അടിച്ചാൽ താങ്ക മാട്ടേന്ന്, അതേപോലെയാണ് ഈ അത്ര ഫോഴ്സോടുകൂടി നമ്മൾ ഇമ്പാക്ട് ചെയ്യണം ശരീരത്തിൽ. നമ്മൾ അത് ഇമ്പാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരം അത്രയും കുലുങ്ങും. അതിൻ്റെ ഒരു ഇമ്പാക്ട് നമ്മുടെ ശരീരത്തിൽ വേണം. ദാറ്റ് ഈസ് ദ എഫക്ട് ഓഫ് സന്ധ്യാവന്ദനം. അപ്പോൾ ഇതെല്ലാം അസ്ത്രപ്രയോഗങ്ങളാണ്, ഇതെല്ലാം മന്ത്രമാണ്. മന്ത്രം കൊണ്ടാണ് അസ്ത്രപ്രയോഗങ്ങൾ മുഴുവൻ. അതിനൊരു ഒബ്ജക്റ്റിന്റെ ആവശ്യമില്ല. ഈവൻ എ സ്പൂൺ ഓഫ് വാട്ടർ ഈസ് മോർ ദാൻ എനഫ് ടു ഡു.